ക്യാമ്പസിലൊരു സജീവമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ആഷിഖ്. അവിടുന്ന് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആഷിഖിലൊരു പൊളിറ്റീഷ്യനൊക്കെ എവിടെ പോയി? പിന്നെ എങ്ങനെയാണ് ഒരു ഒരു സംവിധായകനായിട്ട് മാറിയത്? അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഉറപ്പായിട്ടും ചെറുപ്പം മുതലേ ഉള്ള സ്വപ്നമല്ല സിനിമ. എൻ്റെ ചെറുപ്പത്തിൽ സിനിമ എനിക്കൊരു ഈ പറഞ്ഞ എല്ലാവരെയും പോലെ ഒരു കൗതുകം അല്ലെങ്കിൽ വിനോദം അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പോൾ സാധാരണ ഒരു എറണാകുളത്തെ ഒരു ചെറുക്കിന് തോന്നാവുന്ന ഒരു ഇമോഷൻസൊക്കെ സിനിമയോടെ എനിക്കതൊന്നും ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ വളരെ ആക്റ്റീവായിരുന്നു സ്കൂൾ സമയം മുതലേ. പിന്നീട് എന്താ പറയുന്നത്, മഹാരാജാസ് കോളേജിൽ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ നമ്മളിലുള്ള ഒരു 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 ക്യൂരിയോസിറ്റി എലമെൻ്റാണ് എല്ലാവരെയും എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും. എനിക്കും സിമിലർ സംഭവമാണ്. അതായത് ഒരു ക്യൂരിയോസിറ്റി ഈ മീഡിയത്തോട് തോന്നി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കിക്ക് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അലൈപ്പായത് എന്ന് പറയുന്ന സിനിമ. അതാണ് നോൺ ലീനിയർ ഫിലിം നരേഷൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അന്നും ഞാൻ ഈ അമരോസ് പെരോസോ പൾപ്പ് ഫിക്ഷനോ അത്തരം സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഒരു പ്രധാന വഴിത്തിരിവായെന്ന് പറയാം. അപ്പോൾ കാരണം ഞാൻ ഒരു 2-3 തവണ അത് കണ്ടു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ആശ്ചര്യമായിരുന്നു. അയ്യോ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ എന്ന് വെച്ചാൽ അന്ന് വരെ കണ്ടുപോകുന്ന സിനിമ ആയിരുന്നില്ല അലൈപ്പായത്. കാരണം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥ പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ. ഇറ്റ് വാസ് എ ലവ് സ്റ്റോറി. ഒരു ലവ് സ്റ്റോറി ഇങ്ങനെ പറയാം എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കാണിച്ചൊരു സിനിമ. അപ്പോൾ അത് കൂടാതെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു 1998 ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, പ്രീ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്ത് ഇവിടെ IFFK എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് അന്നത്തെ ആദ്യത്തെ ഓപ്പണിംഗ് ഫിലിം. അത് കണ്ടും ഞാനടക്കമുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ കൗതുകത്തോടുകൂടി അത് ആശ്ചര്യത്തോടു കൂടിയൊക്കെ ആ സിനിമകൾ കണ്ടു. കുഞ്ഞു കാര്യങ്ങളാണ് ഞങ്ങളെയൊക്കെ ഇപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളെ സിനിമാക്കാരാക്കി മാറ്റിയത്. പിന്നെ നാടകം, ക്യാമ്പസ് തിയേറ്റർ, ഞാനും അൻവറും ബിപിൻ ചന്ദ്രനും അങ്ങനെ കുറേ ഇന്ന് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഒരുമിച്ച് ക്യാമ്പസ് തിയേറ്ററിൽ നിന്ന് നടന്മാരായിട്ടുണ്ടായിരുന്നു. നാടകം അഭിനയിക്കുക എന്നുള്ളത്. അൻവറൊക്കെ അതിഗംഭീര നടന്മാരാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഗ്രാജുവലായിട്ട്. ഇപ്പോൾ ഒരു മഹാരാജാസ് കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാൻ അല്ലെങ്കിൽ മാഗസിൻ എഡിറ്റർ എന്നുള്ള ലെവലിൽ യൂണിയൻ ഭാരവാഹിയായിട്ട് പോകുമ്പോഴും SFIയുടെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് പോകുമ്പോഴും ഒരു ലീഡർഷിപ്പിലിരിക്കുമ്പോഴും ഒക്കെ ഈ പറയുന്ന നാടകവും സിനിമയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ പതുക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ സ്വന്തമായി എന്നുള്ളതുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പസ് ഫിലിം പ്ലാൻ ചെയ്തു. യാദൃശ്യമായിട്ട് പ്ലാൻ ചെയ്തൊരു സാധനമാണ് അത്. എൻ്റെ അമ്മാവൻ ഇക്ബാൽ പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന്. അന്ന് അത്യാവശ്യം നല്ല മുതൽ മുടക്കുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. അതിന് കാര്യമായ പ്രോഫിറ്റോ അല്ലെങ്കിൽ അത് മുടക്കിയ പൈസയോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതൊരു എന്താ പറയുന്നത്, കുട്ടികളെല്ലാവരും ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും ചെയ്ത ഒരു ഫിലിം. അന്നത് കൈരളി ചാനൽ ടെലികാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഫ്രീ ആയിട്ട്. പിന്നീട് ചെറിയ പരസ്യങ്ങൾ, പിന്നെ ഞാൻ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തതാണ് കമൽ സാറിൻ്റെ അടുത്തേക്ക് എന്നെ എത്തിക്കാൻ കാരണമായി. പിന്നെ കമൽ സാർ എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ ഗ്രീൻ സിഗ്നലായിരുന്നു. പിന്നീട് കമലിൻ്റെ ഒപ്പം നിന്നിട്ടാണല്ലോ ആഷിഖ് ഒരു സ്വതന്ത്ര സംവിധായകനായിട്ട് മാറുന്നത്. എപ്പോഴെങ്കിലും ആഷിഖിന് സിനിമയിലേക്കൊരു ഒരു സംവിധായകനായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു ഇടമല്ലാത്ത തരത്തിൽ ആ കടന്നുവരവിന് എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അത് തോന്നിയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അതായത് ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ നടനായിട്ട് വരുമ്പോഴോ ഒരു ചെറിയ ആളായിട്ട് സിനിമയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഭയങ്കര ഒരു ഹറാസ്മെൻ്റ് ഉണ്ടാവും, റാഗിങ് ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലായതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് മനക്കട്ടി ഉണ്ടായിരുന്നു. നമ്മളെന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം. അതാണ് ലൈഫിൽ
ഏറ്റവും വലിയ സമ്പത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതെനിക്ക് ഭയങ്കര ഒരു ധൈര്യം തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭയപ്പാടോ കാര്യങ്ങളോ നമുക്ക് ആവശ്യമില്ല. എന്ത് ചെയ്യാനും നമുക്ക് അത് ആത്മവിശ്വാസമാണോ അമിതമായ ആത്മവിശ്വാസമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും അതിനകത്തുള്ള ഇപ്പോൾ അത് മഹാരാജാസ് കോളേജിൽ ബക്കറ്റ് പിരിവ് നടത്തി ഒരു യൂത്ത് ഫെസ്റ്റിവൽ വിൻ ചെയ്യാനുള്ള അത്ര ഒരു വിൽ പവർ ഉണ്ട് ആ കോളേജിലെ കുട്ടികൾക്ക്. കാരണം മത്സരിക്കുന്നത് വലിയ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ശക്തിയുള്ള കോളേജുകളോടാണ് അന്ന് മത്സരം. പക്ഷേ അന്ന് നമ്മൾ ചെറിയ ബക്കറ്റ് പിരിവുകൾ നടത്തി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്ന ചരിത്രമുണ്ട് ആ കോളേജിന്. അപ്പം ഞങ്ങളെല്ലാവരും അതിൻ്റെ പാർട്ടായി മാറുകയാണ്. സ്വാഭാവികമായിട്ടും തലമുറകളായിട്ട് ആ ഒരു വലിയ പ്രോസസ്സിൽ നമ്മളും ഭാഗവാക്കാവുകയാണ്. പെൺകുട്ടികളുടെ സ്വർണം പണയം വെച്ചും കടം വാങ്ങിയൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് കുറേ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ അതൊക്കെ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഗംഭീരമാണ്. കാരണം ഒരു കൂട്ടായ്മയിൽ നിന്നും ഒന്നുമില്ലാത്ത സ്ഥലത്തുനിന്ന് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് സഹായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതിസന്ധികളെ ഭയമില്ല എന്നുള്ള ഒരു സംഭവമുണ്ട്. ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ മറികടക്കാനുള്ള ഒരു കരുത്ത് എൻ്റെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ കോളേജിലുള്ള എൻ്റെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ആ ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ അത് സ്വാഭാവികമായിട്ട് എന്നെ പോലുള്ള സമകാലികരായിട്ടുള്ള ആളുകളിലും അവർക്ക് മുമ്പ് ആ കോളേജിൽ പഠിച്ച ആൾക്കാരിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാരാജാസ് കോളേജിൽ ഒരു കാലത്ത് SFI പ്രവർത്തകനായിരുന്നു. ആഷിഖിൻ്റെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ എങ്ങനെ? എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ചെറുപ്പം മുതലേ ഒന്നായിരുന്നു. അത് ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറില്ല. പ്രായോഗിക രാഷ്ട്രീയം, പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കണം, ആ പാർട്ടി പൊളിറ്റിക്സിൽ മാറ്റങ്ങൾ സംഭവിക്കാനേ സാധ്യതയുള്ളൂ. നമ്മളുടെ ബേസിക്കലി ഉള്ള രാഷ്ട്രീയം ഒരിക്കലും മാറില്ല, രാഷ്ട്രീയ കാഴ്ചപ്പാട് ഒരിക്കലും മാറില്ല. അത് നമ്മുടെ ലൈഫിലുണ്ടാവും. അത് ഞാൻ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിലാണ് ജനിച്ചത്. ഞാൻ ചെറുപ്പം മുതലേ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം എൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നോ മാറ്റി നിർത്താൻ പറ്റിയ ഒരു ഐറ്റമല്ല. കാഴ്ചപ്പാടുകൾക്ക് മാറ്റമില്ല, ഐഡിയോളജിയിൽ മാറ്റമില്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൽ മാറ്റമില്ല. അതിനകത്ത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് എന്താ പറയുന്നത് ചെറുപ്പം മുതലെയുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരുമാനങ്ങളിൽ ഉണ്ട് എന്നല്ലാതെ എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് ഒരിക്കലും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. മലയാള സിനിമയുടെ ഒരു പതിവ് ചട്ടക്കൂടുകളെയൊക്കെ പൊളിച്ചെഴുതിയ കുറച്ച് പേരാണ് ട്രാഫിക് സംവിധാനം ചെയ്ത രാജേഷ് പിള്ള, അതുപോലെ ആഷിഖ്, ചാപ്പാക്കുരിശ് സംവിധാനം ചെയ്ത സമീർ തഹിറും ഒക്കെ. മലയാള സിനിമയ്ക്കൊരു മാറ്റം കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. ആഷിഖിൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമ എവിടെയാണ് മാറേണ്ടതിൽ, അല്ലെങ്കിൽ എവിടെയാണ് ഒരു കുഴപ്പം കിടപ്പുള്ളത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലയാള സിനിമയിൽ നിന്നല്ല, ലോകത്തിലെ എല്ലാ ഇൻഡസ്ട്രിയിലും ഈ പറയുന്ന ഒരു സൈക്കിളുണ്ട്. ഒരു തലമുറ വരും, അവർ പുതിയ തരം സിനിമകൾ ഉണ്ടാക്കും, പിന്നെ അത് അവിടുന്ന് ഫെയ്ഡഡ് ആയിപ്പോവും. അപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ പുതിയ തലമുറ കൊണ്ടുവന്ന രീതിയിലുള്ള സിനിമകളെ ബാക്കിയുള്ള എല്ലാവരും ഫോളോ ചെയ്യും. അത് പിന്നെ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും, അത് പിന്നെ നശിക്കും. പിന്നെ എങ്ങുമില്ലാത്തൊരവസ്ഥയിൽ ഒരു ഐഡ്ലിങ് സ്റ്റേജിൽ ഒരു ഇൻഡസ്ട്രി പോകും. അത് കഴിഞ്ഞ് ഒരു ട്രാൻസിഷൻ സംഭവിക്കും. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു സാധനം. അത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ അറിയാൻ പറ്റും കൃത്യമായിട്ട്. ഇപ്പോൾ പത്മരാജൻ സാറിനെയും ഭരതൻ സാറിനെയും പോലുള്ള ഒരു കൂട്ടം ആൾക്കാർ വന്ന് മലയാള സിനിമയുടെ ഭാഷ പൊളിച്ചെഴുത്തി. അതുപോലെ തന്നെയാണ് കമൽ സാറ്, സിബി മലയിൽ, ഫാസിൽ സാറ് തുടങ്ങിയ ആളുകളുടെ വരവ്, സത്യനന്ദക്കാട്, ആ ഒരു ജനറേഷൻ. അപ്പോൾ പിന്നീട് വന്ന ലാൽ ജോസ്, ബ്ലസ്സി തുടങ്ങിയ ആൾക്കാർ അവർ വേറെ തരത്തിലുള്ള സിനിമകളുമായി വന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ ഇത് സംഭവിക്കും. അതവിടെ നിൽക്കട്ടെ. എവിടെയാണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫിനാൻഷ്യലി സക്സസ്ഫുള്ളാവുന്ന ഒരു സിനിമ, അതിൻ്റെ ഫോർമുലയാണ് ഇനി അടുത്ത 10 വർഷത്തേക്ക് പിന്തുടരേണ്ടത് എന്ന് ധരിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. കാരണം ഫിനാൻഷ്യലി സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സിനിമ ആവർത്തിക്കപ്പെടരുത്. കാരണം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ ഫിനാൻഷ്യലി സക്സസ്ഫുള്ളാണ്, ക്രിട്ടിക്കലി ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ആവർത്തിക്കപ്പെട്ടാൽ അത് പോയി.
സോൾട്ട് ആൻഡ് പെപ്പർ 2 അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ 3 ആയാൽ ഒരാളും കാണില്ല ഇവിടെ. അപ്പോൾ ആ ഓരോ സിനിമയ്ക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റി ഓരോ സിനിമയും വ്യത്യസ്തമാവണം. ഓരോ സിനിമയും ഡിഫറെൻ്റ് ആയി ചിന്തി. ഇപ്പം ട്രാഫിക് തന്നെ 2-3 തവണ ആവർത്തിച്ചാൽ നശിക്കും. അപ്പോൾ പ്രേക്ഷകനെ പുതിയ രീതിയിലുള്ള ഒരു ഫ്രഷായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊട്ടും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക എന്നുള്ളത് ആണ് നമ്മുടെയൊക്കെ ധർമ്മം. അതായത് ഫിലിം മേക്കർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും. ഇവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. കാരണം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള സംഭവങ്ങളിലേക്കാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ വരും. ഇന്നാളുടെ ഡേറ്റ് ഇന്നാൾ എഴുതുന്നു ഒരു സിനിമ. ആ രീതി മാറിയാൽ കുറേ പ്രൊഡ്യൂസർമാർ, ഇപ്പോൾ വിലപിക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് അവരുടെ കാശ് ലാഭം കിട്ടും. കാരണം ഒരു സിനിമ തിയേറ്റർ, അത് പ്രത്യേകിച്ച് ഇത്രയേറെ ലിറ്റററി റേറ്റുള്ള സാക്ഷരരായ ബോധമുള്ള മലയാളികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഏത് തരം സിനിമയാണ് വെക്കേണ്ടതെന്നുള്ളത്. കാരണം വേറെ ഒരു സ്റ്റേറ്റിലും ഇന്ത്യയിലും ഇല്ലാത്ത രീതിയിലുള്ള ക്രിട്ടിക്സാണ് മലയാളത്തിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് ബോധമുള്ള ജനതയാണ് നമുക്ക് വിവരമുള്ള ആൾക്കാരാണ്. നമ്മൾ കാഴ്ചക്കാർ പൊട്ടന്മാരല്ല. അപ്പോൾ അവരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന സിനിമകളെ പറ്റി നമ്മളൊന്ന് രണ്ടാമത് ആലോചിക്കുന്നത് നന്നായിരിക്കും. അതിനു വേണ്ടിയുള്ള ഡിസ്കഷനുകൾ നടക്കണം, കൂട്ടായ ശ്രമങ്ങൾ നടക്കണം. സിനിമ എന്ന് പറയുന്നത് വെറുതെ ഒരു ഹോട്ടൽ റൂമിൽ നിന്നാൽ വരില്ല, എൻ്റെ അഭിപ്രായമാണ്. വെറുതെ അപ്പോൾ അതൊരു കൂട്ടായ ശ്രമം വേണം, അതിനു വേണ്ടി വർക്ക് ചെയ്യണം. മലയാള സിനിമയുടെ ഒരു പരിമിതി മനസ്സിലാക്കാതെ പലരും സിനിമയ്ക്ക് പണം മുടക്കുന്നുണ്ട്. ഒരു സിനിമ പുറത്തു വരുമ്പോൾ ഒരു മുതൽ മുടക്കുണ്ട്. അതിൻ്റെ എത്ര തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന ധാരണ പല പ്രൊഡ്യൂസർക്കും ഇല്ലാതെ പോകുന്നു എന്ന് കേൾക്കാറുണ്ട്. മറുഭാഷാ ചിത്രങ്ങൾ, ഇപ്പോൾ തമിഴായാലും അതുപോലെ ഹിന്ദി ആയാലും കേരളത്തിൽ സ്വീകരിക്കപ്പെടുന്ന പോലെ മലയാള സിനിമ വേറൊരിടത്ത് പോയി ഹിറ്റ് ഉണ്ടാക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, മലയാളികളുടെ ഒരു അഭിരുചി, അതുപോലെ കേരളം എന്ന ഒരു സംസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമയുടെ മുടക്ക് മുതൽ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നൊന്നും ചിന്തിക്കാത്തത് പ്രൊഡ്യൂസർമാരുടെയും അതുപോലെ സിനിമ ഇൻഡസ്ട്രിയുടെയൊക്കെ പരാജയമാണെന്ന് പറഞ്ഞാൽ ആഷിക്കിൻ്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും? ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. കമേഴ്ഷ്യൽ ഇപ്പോൾ ഒരു പണം മുടക്കുന്ന പ്രൊഡ്യൂസർ, ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന പ്രൊഡ്യൂസർക്ക് അയാൾ മുടക്കിയ മുതലും ഒരു ചെറിയ ലാഭമെങ്കിലും തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യവും ലക്ഷ്യവുമാണ് ഒരു സിനിമയുടെ. പക്ഷേ നമുക്കൊരു ഒരു കഥയോ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റോ അതിൻ്റെ ഒരു ചാർട്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നിശ്ചയിക്കാതെ നമുക്ക് പെട്ടെന്നൊരു ബഡ്ജറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഈ പറയുന്ന പോലെ 1-2 ആഴ്ച അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്താൽ മാത്രമേ ഒരു ബഡ്ജറ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതൊന്ന്. 2, വലിയ ബഡ്ജറ്റുള്ള സിനിമകളാണെന്നുള്ള ഹൈപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ചെറിയ മാർക്കറ്റാണ്. മലയാള സിനിമയ്ക്ക് എന്താ പറയുന്നത്, നമുക്കൊരു വളരെ ചെറിയ, തമിഴ് പോലെ അത്ര വലിയ റിലീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ വ്യാജന്മാർ വളരെ സജീവമായതുകൊണ്ട് മുടക്കുന്ന മുതൽ എത്രത്തോളം നഷ്ടപ്പെടുത്താവോ ആ രീതിയിലൊക്കെ വേറെ രീതിയിലുള്ള പണികളും നടക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ബഡ്ജറ്റ് എപ്പോഴും ഒരു ഫിലിം മേക്കറുടെ മനസ്സിൽ വേണ്ടതാണ്. നമുക്ക് വലിയ സിനിമകൾ, ഇപ്പോൾ പഴശ്ശിരാജയോ ഊർമിയോ പോലുള്ള മൾട്ടി ക്രോർ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെയൊക്കെ അതൊക്കെ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സക്സസ് നോക്കാതെയോ ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ആത്മാവിഷ്കാരം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു വർക്കായിരിക്കണം. നമുക്കതിനൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇത് ഇത്ര ദിവസം ഓടി ഇത്ര കോടികൾ കളക്ട് ചെയ്യുന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റോ ഡിമാൻഡ് ചെയ്യുന്നതാവണം അതിൻ്റെ ബജറ്റ്. ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബജറ്റ് ഉണ്ടാവും. അങ്ങനെയേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാൻവാസിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള, ഞാൻ പറഞ്ഞത് ഇതൊട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല, ഒട്ടും ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക എന്നുള്ളത് നമ്മളുടെ കയ്യിൽ. ഇപ്പോൾ ബഡ്ജറ്റിനെ മറികടന്നു പോകുന്ന ഒരു സബ്ജക്റ്റ് ആവരുത് ചെയ്യേണ്ടത് എന്നും കൂടിയുണ്ടോ? അതും ഒരു കാരണമാണോ? ശരിയാണ്, അതാവരുത്. കാരണം ഞാനിപ്പോൾ 1-2 പ്രോജക്റ്റുകൾ ഇങ്ങനെ ആലോചിച്ചു. അതിൻ്റെ
കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഒരിക്കലും നമുക്ക് എന്താ പറയുന്ന കമേഴ്ഷ്യലി മലയാളത്തിൽ സാധ്യമല്ലാത്ത ചില കാര്യങ്ങളാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, 10 കോടി രൂപ മുടക്കി ഒരു സിനിമ ഒരു പ്രൊഡ്യൂസർ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആകെ 5% 6% ആൾക്കാരെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നു. അത്രയൊക്കെ ഉള്ളൂ. സിനിമയിൽ നിന്ന് സിനിമ തിയേറ്ററുകളിൽ പോകുന്ന ആൾക്കാരെ അത്രേ ഉള്ളൂ. അതിന് കാരണം നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയാണ് ആൾക്കാരെ തിയേറ്ററിൽ നിന്ന് ഓടിച്ചത്. അത് വേറെ കാര്യം. അല്ലാതെ ടെലിവിഷനല്ല. സിനിമാക്കാർ നമ്മൾ മോശം സിനിമകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ആൾക്കാർ തിയേറ്റർ വിട്ടു പോയത്. ഇപ്പോൾ വീണ്ടും തിരിച്ച് ആൾക്കാർ നല്ല സിനിമയാണെങ്കിൽ പറഞ്ഞ് കേട്ട് വരും. എന്താ വെച്ചാൽ സിനിമ ഒരിക്കലും നമുക്ക് ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിനോദോപാധി തന്നെയാണ് സിനിമ. മറ്റു പലർക്കും ഇതൊരു വലിയ പാഷനും കൂടിയാണ്. ആ രീതിയിൽ സംഭവമാണ്. അപ്പം ഒരു ഫിലിം മേക്കറോ പ്രൊഡ്യൂസറോ ഒക്കെ എടുക്കുന്ന സിനിമകളിലെല്ലാം ഈ ബജറ്റ് എന്ന് പറയുന്നൊരു സംഭവം വേണം. നമ്മൾ ആലോചിക്കുന്ന, ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ ആദ്യ സിനിമ ചെയ്യാൻ ആലോചിക്കുന്ന സമയത്ത് 6-7 കോടി രൂപയാവും സിനിമയ്ക്കെന്ന് പറയുമ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. കാരണം ഇപ്പോൾ അതല്ല, നമുക്ക് ചെറിയ സിനിമകൾ ചെയ്താൽ, ചെറിയ സിനിമകൾ മതി. നമുക്ക് പണമല്ലല്ലോ പ്രധാനം, നമ്മളെന്ത് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടെ സാമർഥ്യം അവിടെ വേണം. ഒരു ഫിലിം മേക്കറുടെ സാമർഥ്യം അവിടെ കാണിക്കണം. കാരണം നമ്മളെ ചെറിയ ഇപ്പോൾ തമിഴിലൊക്കെ തന്നെ നോക്കിയോളൂ, 50 കോടി 60 കോടി മുടക്കുന്ന സിനിമകളെക്കാൾ ഗംഭീര വിജയങ്ങൾ നേടുന്നത് 2-3 കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ സിനിമകളാണ്. പക്ഷെ ഈ പൈസ കൊടുത്ത് കാണാമെന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് 100 കോടി രൂപ മുടക്കിയതാണോ എന്നുള്ള അവനെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പോൾ ബജറ്റ് ഒരു പ്രശ്നമേ അല്ല. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ബജറ്റ് മതി. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത്തരം സിനിമകളാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റുകളാണ്. എങ്കിൽ കൂടെ നമ്മുടെ സക്സസ് റേറ്റ്, കമേഴ്ഷ്യൽ സക്സസ് റേറ്റ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ആഷിഖ് അടങ്ങുന്ന ഒരു ഫിലിം മേക്കറിന് ഒരു സിനിമ പുറത്തു കൊണ്ടുവരാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തിയേറ്ററുകളുടെ ഭാഗത്തു നിന്നൊക്കെ എത്രത്തോളം സഹകരണം കിട്ടുന്നുണ്ട്? എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടതായിട്ട് തോന്നുന്നുണ്ടോ 2 ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ? ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെയും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ അനുഭവങ്ങളെയും ഞാൻ കണ്ട ഇൻഡസ്ട്രിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഫിലിം മേക്കർ ഫസ്റ്റ് കോപ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്രസക്തമാണ്. കാരണം പിന്നീട് അത് വേറൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഏറ്റെടുക്കുകയും അവരുടെ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അതാണ് നമ്മുടെ ഒരു സിസ്റ്റം. പ്രത്യേകിച്ചും ഞാൻ എൻ്റെ ഈ സിനിമയ്ക്കൊക്കെ ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈവൻ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും. കാരണം സെൻസിബിലിറ്റീസ് തമ്മിലുള്ള പ്രശ്നമാണത്. നമ്മളവരെ കൺവിൻസ് ചെയ്യാൻ നോക്കും തോറും അവരുടെ എക്സ്പീരിയൻസ് ആണ് വലുത് എന്നുള്ള നിലക്ക് നമ്മളെ കൗണ്ടർ ചെയ്യും. അല്ല, അത് നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മളൊരു പുതിയ കാര്യം കൊണ്ടുവരുന്ന സമയത്ത് നമ്മളുടെ കടമയാണ് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. അവരുടെ എക്സ്പീരിയൻസിനെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമ തന്നെ. അത് നമ്മൾ ചെയ്യും വേണം, അല്ലാതെ നടക്കില്ല. അവർ വേറെ രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് പരാജയപ്പെടുന്നു ചേട്ടാ. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന ഉദാഹരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമകൾ ഇവിടെ ഓടാത്തതിൻ്റെ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാരണങ്ങളല്ല. ദയവ് ചെയ്ത് ഈ രീതിയിലും കൂടെ ഒന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇത് ഞാൻ ചെയ്യുകയും ചെയ്തു. ചെയ്യുക മാത്രമല്ല, അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുകയും അതനുസരിച്ചൊക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ പല ഘട്ടങ്ങളിലും ഇൻസെക്യൂരിറ്റി ഇവരുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം പതിവ് രീതിയിൽ നിന്നും മാറുന്ന സിനിമകൾ അവാർഡ് സിനിമകൾ അല്ലെങ്കിൽ ക്ലാസ് സിനിമകളായി മാറുകയും ആ സിനിമയ്ക്ക് ക്ലാസ് ഉണ്ട് എന്നുള്ളത് വലിയൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, മലയാള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ മാത്രമേ ആ സിനിമ ക്ലാസ്സായി പോയി എന്ന് പറയുള്ളൂ. അതെന്തോ മോശം കാര്യമാണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ആ സിനിമ ക്ലാസ് ആണെന്ന് പറയുന്നത് നല്ല, ആ സിനിമയ്ക്കൊരു എന്തെങ്കിലും തരത്തിലുള്ള സൗന്ദര്യം ഉണ്ടെന്നാണല്ലോ. അത് ക്ലാസ്സായിപ്പോയി. അത് എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. ഒരു സിനിമ നന്നായി പോയത് ആ സിനിമയുടെ കുഴപ്പമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രീതിയുണ്ട് ഇവിടെ. അപ്പോൾ ഈ പറയുന്ന കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒറ്റ
ഒറ്റ ദിവസം കൊണ്ടോ ഒരു സിനിമ കൊണ്ടോ ഒന്നും നമ്മുടെ ഇൻഡസ്ട്രിയുടെ എല്ലാ കുഴപ്പങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അത് ഭയങ്കര ഉട്ടോപ്യൻ ചിന്തയാണ്. കാരണം ഇവിടെ ഒരു ചാപ്പാക്കുരിശോ സോൾട്ട് ആൻഡ് പെപ്പറോ ട്രാഫിക്കോ കൊണ്ട് മലയാള സിനിമ മാറില്ല. ഇനി തുടർന്ന് ഇതിനെ പിന്തുടർന്നുള്ള അത്തരം മൂവ്മെൻറ്റുകൾ ഉണ്ടാവണം. ഇതൊരിക്കലും ട്രാഫിക്കും ചാപ്പാക്കുരിശും സോൾട്ട് ആൻഡ് പേപ്പറും സംഘടിതമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് അല്ല. ഇതൊരിക്കലും ഒരു ആക്രമണമല്ല, അല്ലെങ്കിൽ ഇതൊരിക്കലും സംഘടിതമായിട്ടുള്ള ഒരു അറ്റംപ്റ്റേ അല്ല. ഇത് വളരെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിലിമുകളാണ്. ഇതിന് മൂന്നുമായിട്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകളായിട്ടോ യാതൊരു ബന്ധമില്ല. ഇപ്പോൾ സമീറും ഞാനും സുഹൃത്തുക്കളാണെന്നുള്ളത്, അല്ലെങ്കിൽ രാജേഷും സുഹൃത്തുക്കളാണെന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇനിയും ഇത്തരം സിനിമകളുടെ ഒരു തുടർച്ച ഉണ്ടായാൽ, അത്തരം സിനിമകൾ തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടാൽ, എന്താ പറയുന്നത്, അത് ആ ഒരു എന്താ പറയുന്നത്, ആ രീതിയിലുള്ള സിനിമകളുടെ വരവിന് കുറച്ചുകൂടെ ഒരു ഓയിലൊഴിച്ച് സ്ലിപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ടോ?